ഇന്ന് നമുക്ക് ചക്കയടി ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ നല്ല പഴുത്ത വരിക്ക ചക്ക എടുക്കണം. പഴഞ്ചക്ക ആയാലും കുഴപ്പമില്ല, അതെനിക്കറിയില്ല. നമ്മൾ പൊതുവെ വരിക്ക ചക്കയാണ് ആക്കാറ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് വഴണ്ട് വരുമ്പോഴത്തേക്കും വെല്ലം ചേർത്ത് കൊടുക്കണം. നമുക്കിത് ചക്ക ഇല്ലാത്ത സീസണിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ വെല്ലവും ചക്കയും ഇങ്ങനെ വഴറ്റി വെച്ചിട്ട് അത് ഫ്രീസറിൽ വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അടയാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ചക്ക അടയേക്കാൾ ഇഷ്ടം ഈ വെല്ലവും ചക്കയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഇത് അത്ര ഭയങ്കര ടേസ്റ്റാണ്. ആ ചക്കയുടെയും അതുപോലെ തന്നെ ആ വെല്ലത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അത് തണിഞ്ഞതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് അരിപ്പൊടി ചേർക്കുക. നല്ല മിനുസുള്ള അരിപ്പൊടി ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങ ചേർക്കാൻ വിട്ടുപോയി. പകുതി ആകുമ്പോഴത്തേക്കാണ് എനിക്ക് തേങ്ങ ചേർക്കേണ്ട ഓർമ്മ വന്നത്. അതുകൊണ്ട് കുറച്ചവിടെ ആയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബോളാക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ടാകും. പലരും വണ്ണത്തിലാണ് ചക്കയുടെ പരത്തുന്ന കണ്ടിട്ടുള്ളത്. വളരെ നേർത്ത രീതിയിൽ പരത്തുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ചക്കയുടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.